തൊടിയിലൊക്കെ കാണുന്ന ആത്ത അഥവാ സീതപ്പഴം അറിയസിനെ കുറിച്ചാണ്. ഇത് പല ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മാംസളഭാവം എന്ന് പറഞ്ഞാൽ നല്ല തരിതരിപ്പാണ്. ഇത് പല രോഗങ്ങൾക്കും നല്ലൊരു ഔഷധം കൂടിയാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ ഇത് സീതപ്പഴമെന്നോ രാമപ്പഴമെന്നും അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ തൊടിയിൽ നിന്നും ഇതുപോലെ പറിച്ച് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പഴുക്കാൻ വെച്ചതാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആത്തച്ചക്ക ഫ്രൂട്ട് ഷേക്കാണ്. ആരും അധികം ഉപയോഗിച്ചിട്ടുണ്ടാകത്തില്ല. ഇതൊന്ന് ഉപയോഗിച്ച് ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ലതാണ്. നമ്മൾ ഷേക്കൊക്കെ പല രീതി പലതും കഴിച്ചിട്ടുണ്ട്. ഇപ്പം ഷാർജ ഷേക്ക് അങ്ങനെയൊക്കെ പലതും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ആത്തച്ചക്ക ഷേക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ആത്തച്ചക്ക ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് കുരു കളഞ്ഞ് വേണം ചെയ്യാൻ. അതിൻ്റെ ആ മാംസളഭാവം മാത്രം എടുത്ത് കുറച്ച് വാനില എസൻസും പഞ്ചസാരയും പാൽ ഇച്ചിരി കട്ടിയാക്കി എടുത്ത് നമ്മൾ ഷേക്ക് അടിക്കുന്ന പോലെ തന്നെ അടിച്ച് വെറുതെ ഈ തൊടിയിലൊക്കെ കിടക്കുമ്പോൾ ആത്തച്ചക്ക വേണ്ട എന്ന് പറഞ്ഞ് കളയുന്നവരുണ്ട്. അപ്പം അതുപോലെ കളയാതെ നമ്മൾ ഇതുപോലെ ഷേക്ക് അടിച്ച് കുടിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇതുപോലെ പരീക്ഷിക്കണം എല്ലാവരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക മറക്കില്ല. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം ആശ ജോസ്.